അഞ്ചുതെങ്ങ് കോട്ട അഥവാ അഞ്ചുതെങ്ങ് ഫോർട്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി കേരളത്തിൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ച് ഒരു കോട്ട പണിത സ്ഥലമാണ് അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട. ഇപ്പോൾ പ്രവേശന കവാടത്തിൽ അതിൻ്റെ തുടക്കവും അതിൻ്റെ അവരുടെ ഉദ്ദേശവും ഇന്ന് വരുന്ന സഞ്ചാരികൾ പാലിക്കേണ്ട ചില നിയമങ്ങളുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന 1-2 ബോർഡുകളാണ് നമ്മളെ ആദ്യം എതിരേൽക്കുന്നത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭംഗിയോടുകൂടി ഇത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രവേശനം തികച്ചും സൗജന്യമാണ്. അന്നത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉഭയമ്മ റാണിയുടെ സമ്മതത്തോടെ കമ്പനി ആരംഭിച്ച ഈ പണ്ടകശാല ഇന്നിപ്പോൾ സഞ്ചാരികൾ ഒരുപാട് വന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി ഇതുപോലെയാണ്. ഒരുപാട് തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നടന്ന ഈ സ്ഥലം ഇപ്പോൾ ഒരു ഉദ്യാനം പോലെ ഭംഗിയാക്കി വച്ചിരിക്കുകയാണ്. നടപ്പാതകളൊക്കെ ചെങ്കല്ല് പാകിയിരിക്കുകയാണ്. പാതയിലൂടെ നടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു കൽപ്പടവിലേക്കാണ്. കൽപ്പടവുകൾ നമ്മൾ കയറി ചെല്ലുന്നത് കോട്ടയുടെ തന്ത്രപ്രധാനമായ കൊത്തളത്തിലേക്കാണ്. അതായത് പീരങ്കികൾ സ്ഥാപിച്ചിരുന്നത് ഇത്തരം കൊത്തളങ്ങളിലായിരുന്നു. ഇത് കരയ്ക്ക് അഭിമുഖമായിട്ടുള്ള ഒരു കൊത്തളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചതുരാകൃതിയിലുള്ള കോട്ടയായതിനാൽ 2 ഭാഗം കരയ്ക്ക് അഭിമുഖവും 2 ഭാഗം കടലിന് അഭിമുഖവുമായാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതിനപ്പുറം ഇവിടുത്തെ ലൈറ്റ് ഹൗസ് കാണാം. ഇംഗ്ലണ്ടിൽ നിന്നും വന്നിരുന്ന കപ്പലുകൾക്ക് വഴികാട്ടിയായിരുന്ന ഈ ലൈറ്റ് ഹൗസ് ഇന്നും പ്രൗഢിയോടെ നിൽക്കുന്നു. ഇന്ന് മൺഡേ ആയതിനാൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനാൽ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇതിലെ അങ്ങോട്ട് കടക്കുക ഇച്ചിരി പ്രയാസമുള്ളൊരു കാരണം ഒരു ഇടുങ്ങിയ വഴിയാണ്. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. ഇതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ മുകളിൽ നിന്നും നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച. ഇതാണ് രണ്ടാമത്തെ കൊത്തളം, കരയ്ക്ക് അഭിമുഖമായിട്ടുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പുകല്ലും ഒക്കെ ചേർന്നുള്ള സുർക്കി മിശ്രിതത്തിലാണ്, സിമെൻ്റ് അല്ല. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെയായിരിക്കും ഇത്രയും പ്രൗഢിയോടെ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ചില പുനർനിർമ്മിതികളൊക്കെ ഇതിനകത്ത് കാണാം നമുക്ക്. ഇനി നമ്മൾ പോകുന്നത് കടലിന് അഭിമുഖമായിട്ടുള്ള കൊത്തളങ്ങളിലേക്കാണ്. ഒരു പക്ഷേ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലം ഇത് രണ്ടുമായിരിക്കാം. പോകുന്ന വഴിക്ക് ഒരു ഇരുമ്പിൻ്റെ ഒരു കൊളുത്ത് കാണാം. ഇതാണ് കടലിന് അഭിമുഖമായിട്ടുള്ള ഭാഗം. കമ്പനിക്കെതിരെ സ്വദേശത്തു നിന്നും എതിർപ്പുകളുണ്ടായ ആദ്യത്തെ സ്ഥലമാണ് അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ ഭാഗങ്ങൾ.
കോട്ടയുടെ ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം അവർ നിരോധിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ കടന്നു പോകാൻ അത്ര സ്പേസ് കുറഞ്ഞതുകൊണ്ടാവാം അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടെ നിന്നുള്ള കടലിൻ്റെ വ്യൂ. പ്രശസ്തമായ ആറ്റിങ്ങൽ കലാപത്തിൻ്റെയൊക്കെയും സ്ഥിരാകേന്ദ്രം ഈ കോട്ടയെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്നുള്ളത് ചരിത്രം. കോട്ടയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് ചെല്ലുമ്പോൾ 7 കാൽ തൂണുകൾ കാണാം, കോൺക്രീറ്റ് തൂണുകൾ. അത് കമ്പനിക്കെതിരെ തിരിഞ്ഞ സ്വദേശികളെ ചാട്ടവാറിനടിക്കുകയും ഒരുപക്ഷെ മരണത്തിന് തന്നെ ശിക്ഷിക്കുകയും ചെയ്ത ഒരുപാട് ചരിത്രം, ഒരുപാട് പേരുടെ കണ്ണീരും ചെറുത്തുനിൽപ്പുമൊക്കെ കണ്ട ആ കഴുമരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറം ചില സിമിത്തേരികൾ കാണാം. മേളിൽ നിന്ന് നമ്മൾ വരുമ്പോൾ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഉണ്ടായിരുന്ന കമാൻഡറുടെ വൈഫിൻ്റെയാണ് എന്നാണ് ചില വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അടുത്തേക്ക് വന്ന് പോയിട്ട് വരാം. ഇതാണ് ആ കഴുമരങ്ങളുടെ ഫുൾ വ്യൂ. ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ നടന്ന സ്ഥലം ഇപ്പോൾ മൂകമായിട്ട് നിൽക്കുന്നു. ഈ കോട്ടയുടെ ഒരു ഭാഗത്ത് ഒരു തുരങ്കമുണ്ടെന്നും അതിലൂടെ ഒരുപാട് മനുഷ്യരും മൃഗങ്ങളുമൊക്കെ അപകടത്തിൽപ്പെട്ട് ചാടിയിട്ട് വന്നെന്നൊക്കെ ഒരു ചരിത്രമുണ്ട്. വസ്തുത എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ ഒരു തുരങ്കമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണത്. ഇത് കടലിലേക്കാണ് തുറക്കുന്നത് എന്നും പറയപ്പെടുന്നു. ഇത്രയൊക്കെയാണ് കോട്ടയുടെ ഇപ്പോഴത്തെ കാഴ്ചകൾ. കോട്ടയ്ക്ക് ഏതാണ്ട് സമീപത്ത് തന്നെ നല്ലൊരു തൂക്കുപാലം ഞാൻ കണ്ടു. അതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് തൂക്കുപാലത്തിൻ്റെ തുടക്കം. കണ്ടോ, ഉരുക്കു വടങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു കോൺക്രീറ്റ് ബീമിൽ. എൻ്റെ രണ്ടാമത്തെ വീഡിയോ ഉണ്ട്. പോരായ്മകൾ ഒരുപാടുണ്ട്. എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വള്ളങ്ങളൊക്കെ കരയ്ക്കടുപ്പിച്ച്
ഫിഷർമാന്മാരൊക്കെ വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. കോട്ടയ്ക്ക് ഏറ്റവും അടുത്ത് തന്നെയാണ്. കോട്ട കാണാൻ വരുന്നവർ തീർച്ചയായിട്ടും ഈ കാഴ്ച കൂടി കണ്ട് പോകണം. കാരണം അത്രമേൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. ഉരുക്ക് വടങ്ങളാലാണിത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നടക്കുമ്പോൾ ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. നല്ലൊരു ഫോട്ടോ പോയിൻ്റാണിത്. ഒരുപാട് ബോട്ടുകൾ ലാൻഡ് ചെയ്തിരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.